ഖുർആൻ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്വാസോച്ഛ്വാസമാണ്. ഒരായത്തെടുത്ത് ഇത് മക്കയിൽ അവതരിച്ചതാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഹബീബ് അപ്പോൾ മക്കയിലായിരുന്നോ എന്നാണ്. ഒരായത്ത് മദനിയാണോ എന്ന് ചോദിച്ചാൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ മദീനയിലായിരുന്നോ എന്നാണ്. ഒരായത്ത് ഹളരിയാണോ എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ യാത്രയിലായിരുന്നോ നാട്ടിലായിരുന്നോ എന്നാണ്. സഫരിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ യാത്രയിലായിരുന്നോ എന്നാണ്. ലൈലിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശയുടെ നിശബ്ദതയിൽ ഇരുന്നപ്പോഴാണോ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ആയത്ത് അയച്ചു കൊടുത്തത് എന്നാണ്. അവിടുന്ന് നഹാരിയാണോ എന്ന് ചോദിച്ചാൽ പകലാണോ ആയത്ത് അവതരിച്ചത് എന്നാണ്. ഖുർആനിലെ സൂക്തങ്ങളുടെ ദൈർഘ്യം നോക്കിയാൽ അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഗതി എന്തായിരുന്നു? അവിടുന്ന് വിശ്രമിക്കുകയായിരുന്നോ? അവിടുന്ന് കിടക്കുകയായിരുന്നോ? അവിടുന്ന് ഇരിക്കുകയായിരുന്നോ? അവിടുന്ന് പ്രയാസത്തിലായിരുന്നോ? അവിടുന്ന് സന്തോഷത്തിലായിരുന്നോ? ഇത് മുഴുവനും ഖുർആൻ നോക്കിയാൽ അറിയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ സ്വീകരിച്ചിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സന്നിധിയിൽ വന്ന് കിടക്കുമ്പോൾ സാധാരണ ഒരു രോഗിയെ കാണാൻ പോയാൽ നമ്മൾ ആ രോഗിയോട് മെല്ലെ മെല്ലെ കൊച്ചു വാചകങ്ങളല്ലേ പറയുക. അതുപോലെ ആ സമയത്ത് അവതരിച്ച സൂക്തം നോക്കൂ. യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുദ്ദസിർ. ദൈർഘ്യം കുറഞ്ഞ സൂക്തങ്ങളാണ്. അതാ വിശ്രമിക്കുന്ന ആളോട് എന്തേ രോഗം സുഖമുണ്ടോ? ചികിത്സ എങ്ങനെയുണ്ട്? വിശ്രമം കഴിയാനായോ? നമുക്ക് പരിപാടിക്ക് പോകണ്ടേ എന്ന കൊച്ചു കൊച്ചു വാചകം ചോദിക്കും പോലെയാണ് യാ അയ്യുഹൽ മുസമ്മിൽ ഇറങ്ങിയത്, യാ അയ്യുഹൽ മുദ്ദസിർ ഇറങ്ങിയത്. ഖുർആനിൽ ഒരു പേജ് ദൈർഘ്യമുള്ള സൂക്തമില്ലേ സാമ്പത്തിക വ്യവഹാരത്തെക്കുറിച്ച്? പക്ഷേ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൊച്ചു വർത്തമാനം പറയുന്ന സൂക്തങ്ങളല്ലേ ഇതിൽ നമ്മൾ വായിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപം പറഞ്ഞപ്പോൾ അല്ലാഹു തആല അത് ഏറ്റെടുത്തു. ഇന്നാ അഅതൈനാകൽ കൗസർ നേരിട്ട് തന്നെ മറുപടി പറഞ്ഞു, വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിനെ ആക്ഷേപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ അവിടുന്ന് മറുപടി പറയണം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്നെ ആക്ഷേപിച്ചവർക്ക് തങ്ങളാണ് മറുപടി പറയേണ്ടത്. തങ്ങളെ ആക്ഷേപിച്ചവർക്ക് ഞാൻ നേരിട്ടാണ് മറുപടി പറയുന്നത്. അത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. ഇങ്ങനെ ഖുർആൻ മുഴുവനും നോക്കിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. തങ്ങളോട് പിണങ്ങാൻ പറ്റുമോ നബിയേ? പറ്റൂലല്ലോ. അവിടുന്ന് എൻ്റെ ഹബീബല്ലേ. അവിടുത്തെ കുടുംബത്തെ കുറിച്ചാണോ ആലോചിക്കുന്നത്? ബേജാറ് വേണ്ട. എന്തേ അവിടുത്തെ വീട്ടിന്റെ പിൻവാതിലിലൂടെ ആരെങ്കിലും വന്നോ? തങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വിലക്കിക്കോളാം. വീടിന്റെ ബാക്കിലൂടെ വരാൻ പാടില്ല. ചിട്ട പഠിപ്പിക്കുകയാണ്. വന്നവരെ കുറിച്ച് ശിക്ഷണം പറയുകയാണ്. ഇങ്ങനെ ഖുർആൻ മുഴുവനും ഒന്നും മനസ്സിരുത്തിയാൽ അത് മുഴുവനും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്വാസോച്ഛ്വാസങ്ങളാണ്. അവിടുത്തെ ജീവിതമാണ്. സൂറത്ത് ബി ഖുർആനി ഹേ ഓ സീറത്ത് ബി ഖുർആനി ഹേ. ഓ ഉമ്മമാരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഉസ്താദ് അവരുടെ സന്നിധിയിൽ പറയുന്നത് അത്ര ഉചിതമല്ല, ദീർഘിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഈ മജ്‌ലിസ് ഒന്ന് മദീനയിലെത്തണം. അവിടത്തേക്ക് എത്തിക്കാനുള്ള ഒരു ഗുരുവര്യരുടെ സാന്നിധ്യത്തിലാണ്. ഇത് കേവലം ഒരു വഅലിന്റെ മജ്‌ലിസല്ല. ഇത് ഖത്മുൽ ബുഖാരിയുടെ മുന്നോടിയായിട്ടുള്ള മജ്‌ലിസാണ്. ഖത്മുൽ ബുഖാരിയുടെ മജ്‌ലിസിൽ, ഖത്മുൽ ശിഫയുടെ മജ്‌ലിസിൽ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാൻ പ്രതീക്ഷയുള്ള മജ്‌ലിസാണ്. ഇബ്നു അല്ലാൻ തങ്ങളുടെ ദലീലുൽ ഫാലിഹീന്റെ കർത്താവായ ഇബ്നു അല്ലാൻ തങ്ങളുടെ ഖത്മുൽ ബുഖാരിയുടെ മജ്‌ലിസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അഇമ്മത്ത് രേഖപ്പെടുത്തിയില്ലേ?
അതുപോലെ എത്രയെത്ര ഇമാമിങ്ങളുടേതാണ് ഇവിടെ ഇരുന്ന് നടത്തുന്ന ദർസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഇരുന്ന് എഴുതുന്ന രചന സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം ഇക്കാലഘട്ടത്തിൽ അറബിയിൽ പ്രൗഢമായി ഉസ്താദ് അവറുകൾ എഴുതുന്നുണ്ട്. ശാരിഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ പദവിയുള്ള സ്ഥാനമാണ്. ശാരിഹുൽ ബുഖാരിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. ആ കിതാബുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ കാണിക്കപ്പെടും. അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കട്ടെ. ഇമാം ഗസാലി തങ്ങളുടെ കിതാബ് കാണിച്ചു കൊടുത്തപ്പോൾ എവിടെ ഇമാം ഗസാലി എന്ന് ചോദിച്ചത് നമ്മൾ വായിച്ചിട്ടില്ലേ? അബുൽ ഖാസിം അർ-റസാഇ തങ്ങളുടെ തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന കിതാബ് അതെഴുതിയ ആളാരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ച് ആശീർവദിച്ചിട്ടില്ലേ? അതുപോലെ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതിയവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാതിരിക്കുമോ, നോക്കാതിരിക്കുമോ, പരിഗണിക്കാതിരിക്കുമോ? ഇത് നമുക്കുള്ള ഒരു പ്രതീക്ഷയാണ്. ഓ ഉമ്മമാരെ, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് വെക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൽ ലയിച്ചു ചേരുന്ന ഒരു മജ്ലിസായി ഇത് മാറണം. ഇത് അങ്ങ് മദീനയിൽ കാണിക്കപ്പെടണം. അല്ലാഹു നമ്മയൊക്കെ സ്വീകരിക്കട്ടെ.